ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു, നമ്മുടെ വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാം ആയിരുന്നു. പക്ഷേ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ, അടിപൊളി മഴയായിരുന്നു. ആകെ മഴയത്തൊക്കെ നനഞ്ഞ് ചീഞ്ഞാണ് എക്സാമിന് പോയത് തന്നെ. അതും എനിക്ക് അധികം ദൂരത്തായിരുന്നില്ല എക്സാം, എങ്കിലും 2 ബസ് മാറി കയറി പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണ്ടി വന്നു എനിക്ക് എക്സാം സെൻറ്ററിൽ എത്താനായിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഓട്ടോ ഒന്നും വിളിക്കണ്ട, നടക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മഴ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്ന കാരണം ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കേണ്ട, ഓട്ടോ വിളിച്ചിട്ട് തന്നെ പോവാമെന്ന്. സത്യം പറഞ്ഞ എക്സാമിന് പോകാൻ നല്ല രീതിയിൽ മടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ ഒരു യൂണിഫോം പോസ്റ്റാണ്, WCP ആണ്. പിന്നെ അതുപോലെ കുറച്ചധികം നാളായിപ്പോൾ എക്സാമിന് പോയിട്ട്, അത് കൂടാഞ്ഞിട്ട് നല്ല മഴയും ആയതുകൊണ്ട് തന്നെ നല്ല മടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു വേണ്ട, വെറുതെ സ്കിപ്പ് ചെയ്യണ്ട, എന്തായാലും പോയി എഴുതാം. PSCയുടെ പാറ്റേണും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് മെയിനായിട്ട് പോകാൻ തന്നെ കാരണം. കഴിഞ്ഞ LDക്ക് ശേഷം പിന്നെ ഞാൻ പോകുന്ന ഒരു അത്യാവശ്യം ഗ്യാപ്പിന് ശേഷം ഞാൻ പോകുന്ന ആദ്യത്തെ എക്സാമാണ് WCP. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എല്ലാം ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടില്ലേ, കയ്യിൽ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടില്ലേ എന്നുള്ള പിന്നെയും മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമായിരുന്നു. എക്സാം എനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. സിലബസിനെ പറ്റി പിന്നെ എനിക്ക് അധികാരമായിട്ട് പറയാൻ അറിയില്ല. 20 മാർക്കിൻ്റെ ഞാൻ നോക്കി കൂടിയില്ല, കാരണം വായിച്ച് കിട്ടും പോലും കാര്യമില്ലല്ലോ, പഠിച്ച് പോകണമല്ലോ. എന്നാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല ചോദ്യങ്ങളായിരുന്നു. SCRTന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഗം, മലയാളം ഭാഗമൊക്കെ, മാത്സ് ഭാഗമൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല കേട്ടോ. ബാക്കി ഇപ്പോൾ നമ്മുടെ ബയോളജി ഭാഗം, സയൻസിൻ്റെ ഭാഗങ്ങളായിക്കോട്ടെ, ഭരണഘടനാ ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമൊക്കെ തന്നെയായി. നിങ്ങൾ ആരൊക്കെ ഇന്നത്തെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്?